ഹലോ. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബർത്ത്ഡേ കാർഡാണ് കേട്ടോ. ചെറിയ കാർഡാണ്. അതിന് വേണ്ടിയിട്ട് പ്രിന്റ് അടിച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ ഈ പൂക്കളൊക്കെ. അപ്പൊ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കത് കളർ അടിച്ചെടുക്കണം കേട്ടോ. അപ്പൊ ഇനി കളർ അടിച്ചെടുക്കാണ്. എന്തായാലും ആ മൂന്നെണ്ണമുള്ള റോസ് മൂന്ന് കളറാക്കാൻ ഞാൻ വിചാരിച്ചു. അപ്പൊ ഏകദേശം മാച്ചിങ് ഉള്ള കളർ നോക്കിയിട്ട് ഓരോന്നിനും കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് വരയ്ക്കാൻ അറിയുന്നവർക്ക് ഇത് വരച്ചെടുക്കാം. അതുപോലെ ട്രേസ് എടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ പിക്ചർ എടുക്കുമ്പം ഒരു പിക്ചർ തന്നെ രണ്ടെണ്ണം എടുക്കണം കേട്ടോ, ഒരേ വലുപ്പത്തിൽ തന്നെ. എനിക്കാണെങ്കിൽ ഇത്ര ഭംഗിയിൽ വരയ്ക്കാനൊന്നും അറിയില്ല. പിന്നെ ട്രേസ് എടുത്തോണ്ടിരിക്കാനുള്ള സമയമൊന്നുമില്ല. അപ്പൊ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പ്രിന്റ് അടിച്ചെടുത്തത് കേട്ടോ. ഈ ഒരു വീഡിയോ തന്നെ ഞാൻ 2 ദിവസമായിട്ടാണ് ഷൂട്ട് ചെയ്തെടുത്തത്. ഇനി ഇതുപോലെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയെടുക്കണം. ഇല്ലെങ്കിൽ ഏതെങ്കിലും കാർഡ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വെട്ടിയെടുത്താലും മതി കേട്ടോ. അപ്പൊ ഞാൻ ചെറിയൊരു കാർഡ്ബോർഡ് പീസിലേക്ക് വൈറ്റ് കളർ പേപ്പർ ഒട്ടിച്ചു കൊടുത്തേക്കാണ് കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത് ആ 3 റോസില്ലേ അതാണ് കേട്ടോ. അത് ഏറ്റവും ലാസ്റ്റ് അടിയിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. പിന്നെ അതിന് മുകളിലായിട്ടാണ് ഹാപ്പി ബർത്ത്ഡേ ഒട്ടിച്ചു കൊടുക്കുന്നത്. പക്ഷെ ഇപ്പൊ ഒട്ടിച്ചു കൊടുക്കുന്നില്ല, വെറുതെ ഒന്ന് വെക്കുന്നേ ഉള്ളൂ. ഇനി ഇതാ ഒരു മീഡിയം റോസ് ഉണ്ടല്ലോ, അത് ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ അതിന് റെഡ് കളറാണ് കേട്ടോ ഞാൻ കൊടുത്തിരിക്കുന്നത്. അത് ഈ ഒരു സൈഡിലായിട്ട് ഒട്ടിച്ചെടുക്കുകയാണ്. അതിൻ്റെതായ നമ്മൾ എടുത്തിരിക്കുന്ന പിക്ചർ ആദ്യം ഒന്ന് വെച്ച് നോക്കണം. എന്നിട്ട് നമുക്ക് അതിൻ്റെതായ ഭംഗിയിൽ വേണം അത് ഒട്ടിച്ചു കൊടുക്കാൻ കേട്ടോ. പിന്നെ മുട്ടും ഇലയും പിന്നെ ചെറിയ പൂവൊക്കെ സെപ്പറേറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ആ പൂവിൻ്റെ പുറകിൽ വരുന്ന രീതിയിൽ അതൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത്ര ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടാണ് കേട്ടോ. ആ ഹാപ്പി ബർത്ത്ഡേ ഇല്ലേ, അത് നമ്മൾ 2 എടുത്തിട്ടില്ല, 1 എടുത്തിട്ടുള്ളൂ. അത് ആ ഒരു ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ ആ സെയിം ആയിട്ട് എടുത്തിട്ടുള്ള വേറെ പിക്ചറുകളില്ലേ, അതിൽ ആ 3 സെറ്റിൽ ഇതാ ഒരു ഇച്ചിരി നീളം കൂടുതലുള്ളത് കൊണ്ട് തന്നെ 2 ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളത് ഇതിന്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അത് കുറച്ച് ഉയർത്തിയിട്ട് അടിയിലുള്ള ലീഫുകളും കൂടി കാണാവുന്ന രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു 3D എഫക്റ്റ് കിട്ടും കേട്ടോ. അതേപോലെ തന്നെയാണ് നമ്മൾ മറ്റേ ആ റെഡ് റോസും ഒട്ടിച്ചു കൊടുക്കുന്നത്. കുറച്ച് ഉയർത്തിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പൊ ഈ രീതിയിൽ തന്നെ എല്ലാം നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ആ മുട്ടും 2 ഉണ്ടായിരുന്നു, അത് കുറച്ചിങ്ങനെ മാറ്റിയിട്ട് ഒട്ടിച്ചു കൊടുത്തു. ആ ലീഫ് ഒട്ടിച്ചു കൊടുക്കുമ്പം നമുക്കത് നല്ല ഭംഗിയിൽ കിട്ടും കേട്ടോ. പിന്നെ അതിൽ ചെറിയ ഗ്യാപ്പുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ പേരോ എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതി കൊടുക്കാം. അപ്പൊ നമ്മുടെ 3D കാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാ നല്ല ഭംഗിയായിട്ടില്ലേ? ഇതുപോലത്തെ കാർഡ് പണ്ട് ക്രിസ്മസ് കാർഡായിട്ട് കിട്ടുമായിരുന്നു. ഇങ്ങനെ റോസൊക്കെ ഇതേപോലെ അടിയിൽ ഒരെണ്ണുണ്ടാവും, പിന്നെ മുകളിൽ ഇതേപോലെ 3D ആയിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയിലും ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ക്രാഫ്റ്റിൽ ഏത് തരത്തിലുള്ള വീഡിയോ ആണ് വേണ്ടതെന്ന് ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. അപ്പൊ ശരി, അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.